ഫ്രണ്ട് ഫങ്ഷൻ ഇൻ C++ എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഫ്രണ്ട് ഫങ്ഷൻ. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമുക്കിത് നോക്കാം. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓസ് വെർഷൻ 1110, G++ കമ്പൈലർ വെർഷൻ 461. നമുക്ക് ഫ്രണ്ട് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം പ്രൈവേറ്റ് ഡേറ്റ ക്ലാസ്സിന് പുറത്ത് നിന്ന് ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രൈവേറ്റ് ഡേറ്റ ആക്സസ് ചെയ്യാൻ നമ്മൾ ഫ്രണ്ട് ഫങ്ഷൻ ഉപയോഗിക്കുന്നു. ഒരു ഫ്രണ്ട് ഫങ്ഷൻ ഒരു ക്ലാസ്സിന്റെ മെമ്പർ ഫങ്ഷൻ അല്ല. ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ ഫ്രണ്ട് ഫങ്ഷൻ ഇൻവോക്ക് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ഫങ്ഷനിൽ കൊടുക്കുന്ന ആർഗുമെന്റ് ആണ് അതിന്റെ ഒബ്ജക്റ്റ് ആയി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ഫങ്ഷന്റെ ഡിക്ലറേഷൻ നോക്കാം. ഫ്രണ്ട് എന്ന കീവേർഡ് ഉപയോഗിച്ചാണ് ഫ്രണ്ട് ഫങ്ഷൻ ഡിക്ലയർ ചെയ്യുന്നത്. റിട്ടേൺ ടൈപ്പ് കൊടുക്കുന്നു. ഫങ്ഷൻ നെയിം എന്നതാണ് ഫങ്ഷന്റെ പേര്. ആർഗുമെന്റ്സ് ആയി ക്ലാസ് നെയിമും ക്ലാസിന്റെ ഒബ്ജക്റ്റും കൊടുക്കുന്നു. ഒരു ഉദാഹരണം നോക്കാം. എഡിറ്ററിൽ ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ള കോഡാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ പ്രോഗ്രാമിൽ നമ്മൾ അഡിഷൻ ഓപ്പറേഷൻ ചെയ്യുന്നു. നമ്മുടെ ഫയലിന്റെ പേര് frnd.cpp. ഞാൻ കോഡ് വിശദീകരിക്കാം. അയോസ്ട്രീം എന്നത് ഒരു ഹെഡർ ഫയലാണ്. ഇവിടെ നാം എസ്ടിഡി നെയിംസ്പേസ് ഉപയോഗിക്കുന്നു. ഫ്ര്ണ്ട് എന്ന ക്ലാസ് ഡിക്ലയർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ a, b എന്ന രണ്ട് വേരിയബിൾസിനെ പ്രൈവേറ്റ് ആയി ഡിക്ലയർ ചെയ്തിരിക്കുന്നു. ഇൻപുട്ട് എന്ന ഫങ്ഷനെ പബ്ലിക്ക് ആയി ഡിക്ലയർ ചെയ്തിരിക്കുന്നു. ഇതിൽ നമ്മൾ യൂസറിൽ നിന്നും ഇൻപുട്ട് സ്വീകരിക്കുന്നു. കമ്പ്യൂട്ട് എന്നതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഫങ്ഷൻ. ഇവിടെ നമ്മൾ ആർഗുമെന്റ്സ് ആയി ഫ്ര്ണ്ട് എന്ന ക്ലാസ് നെയിമും f1 എന്ന ഒബ്ജക്റ്റും കൊടുക്കുന്നു. ക്ലാസ് ഇവിടെ അടയ്ക്കുന്നു. ഇനി നമ്മൾ ഫ്രണ്ട് ഫങ്ഷൻ ഉപയോഗിച്ച് ഫ്ര്ണ്ട് എന്ന ക്ലാസിന്റെ പ്രൈവേറ്റ് മെമ്പേഴ്സിനെ സമീപിക്കുന്നു. ഇവിടെ കമ്പ്യൂട്ട് എന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്നു. ഇത് അഡിഷൻ ഓപ്പറേഷൻ നടത്തുന്നു. a, b എന്ന രണ്ട് വേരിയബിൾസ് ആഡ് ചെയ്യുന്നു. വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. നോൺ മെമ്പർ ഫങ്ഷനിലെ പ്രൈവേറ്റ് വേരിയബിൾസിനെ ഒബ്ജക്റ്റ് f1 ഉപയോഗിച്ച് എടുക്കുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ. ഇവിടെ ഫ്ര്ണ്ട് എന്ന ക്ലാസ്സിന് f എന്ന ഒബ്ജക്റ്റ് നിർമ്മിക്കുന്നു. ശേഷം f എന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഇൻപുട്ട് എന്ന ഫങ്ഷൻ കാൾ ചെയ്യുന്നു. ഇവിടെ കമ്പ്യൂട്ട് എന്ന ഫങ്ഷൻ കാൾ ചെയ്ത് f എന്ന ആർഗുമെന്റ് കൊടുക്കുന്നു. കമ്പ്യൂട്ട് എന്ന ഫങ്ഷനിൽ f എന്ന ആർഗുമെന്റിനെയാണ് നമ്മൾ കൊടുത്തത്. ഇത് ചെയ്തത് പാസ് ബി വാല്യൂ എന്ന രീതി ഉപയോഗിച്ചാണ്. f1ന്റെ വാല്യൂ ആയി f കൊടുക്കുന്നു. ഇത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. കീബോർഡിൽ ഒരേ സമയത്ത് Ctrl Alt T കീകൾ അമർത്തി ടെർമിനൽ വിൻഡോ തുറക്കുക. കമ്പൈൽ ചെയ്യാൻ g സ്പേസ് frnd.cpp സ്പേസ് o സ്പേസ് ഫ്ര്ണ്ട് എന്ന് എഴുതുക. Enter അമർത്തുക. .frnd എന്ന് ടൈപ്പ് ചെയ്യുക. Enter അമർത്തുക. നമ്മൾ കാണുന്നത് Enter തെ വാല്യൂ ഓഫ് a ആൻഡ് b. ഞാൻ കൊടുക്കുന്നത് 8, 4. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് തെ റിസൾട്ട് ഐഎസ് 12. ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് സ്ലൈഡിലേക്ക് തിരിച്ചു പോകാം. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഫ്രണ്ട് ഫങ്ഷൻ, ഉദാഹരണം ഫ്രണ്ട് ഇന്റ് കമ്പ്യൂട്ട് ക്ലാസ് നെയിം ഫ്ര്ണ്ട് ഒബ്ജക്റ്റ് f1. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സംഖ്യയുടെ സ്ക്വയറും ക്യൂബും കാണുന്നതിനുള്ള പ്രോഗ്രാം എഴുതുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്.
ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ജെയിൻ ജോസഫ്. ഞാൻ ദേവി സേനൻ, IIT ബോംബേ. നന്ദി.